നീ മോഹൻ നോക്കടാ. ഡേയ് നിന്റെ കൂടെ വേറെ ആരുണ്ടായിരുന്നാണ് ചോദിക്കണം. നീ കുമ്പിട്ട് നിന്റെ മോഹൻ രണ്ടുപേരേ ഉള്ള ആര് എത്ര പേര്? നമ്മളിപ്പോൾ കണ്ട ഈ ദൃശ്യത്തിലുള്ളത് രണ്ട് ജീവനുകൾ ഇടിച്ചു തെറിപ്പിച്ച വാഹനത്തിലുണ്ടായിരുന്ന ലെഗ് കെട്ടൊരു പ്രതിയുടെ വാക്കുകളാണ്. അയാളെ ആകട്ടെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. വാഹനത്തിൽ മദ്യപിച്ച് പിൻവശത്ത് താൻ കിടക്കുകയായിരുന്നുവെന്നും വാഹനം ഓടിച്ചത് ആരാണെന്ന് തനിക്കറിയില്ല എന്നുള്ളതുമായിരുന്നു ഇയാളുടെ വാദം. ജനുവരി 4-നാണ് കിളിമാനൂർ പാപ്പാലയിൽ വെച്ച് ബൈക്കിൽ പോവുകയായിരുന്ന രഞ്ജിത്തിനെയും ഭാര്യ അംബികയെയും ഒരു താർ ജീപ്പ് ഇടിച്ച് തെറിപ്പിച്ച് അപകടമുണ്ടാക്കിയത്. റോഡിലേക്ക് തെറിച്ചു വീണ അംബികയുടെ ശരീരത്തിൽ കൂടി ജീപ്പ് കയറിയിറങ്ങുകയും രഞ്ജിത്തിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. അപകടം നടന്നതിന്റെ 2-ാം ദിവസം അംബിക മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. എന്തുകൊണ്ട് ഈ സംഭവം വീണ്ടും ഇപ്പോൾ പറയുന്നുവെന്നതിന് വ്യക്തമായൊരു കാരണമുണ്ട്. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് ഭർത്താവ് രഞ്ജിത്ത് മരണപ്പെട്ടത്. അംബികയും രഞ്ജിത്തും മരിച്ചതോടെ 2 കുരുന്നുകളാണ് അനാഥരായത്. 5 വയസ്സുള്ള ശ്രാവൺ അമ്മാവന്റെ വിരൽ തൂങ്ങി നടപ്പാണ്. 1.5 വയസ്സുകാരൻ ശ്രേയസ് അമ്മച്ചൂടേൽക്കാതെ തൊട്ടിലിൽ കരഞ്ഞുറങ്ങുന്നു. അമ്മയും അച്ഛനും മരിച്ചെന്ന സത്യം അവർക്കിനിയും മനസ്സിലായിട്ടില്ല. അച്ഛനെയും അമ്മയെയും കാണണമെന്ന് വാശി പിടിച്ച് ആ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ നിശബ്ദമായി കരയുകയാണ് ബന്ധുക്കളും. പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നാരോപിച്ചാണ് യുവാവിന്റെ മൃതദേഹവുമായി കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതും അത്തരത്തിലത് വലിയ വാർത്തയാവുകയും ഒക്കെ ചെയ്തിരുന്നു. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം രഞ്ജിത്തിന്റെ മൃതദേഹവുമായി വന്ന ആംബുലൻസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടതിനു ശേഷം മൃതദേഹം സ്ട്രെച്ചറിൽ പുറത്തിറക്കി പ്രതിഷേധിക്കുകയായിരുന്നു ബന്ധുക്കൾ. ആംബുലൻസും റോഡിലിട്ടതോടെ 1 മണിക്കൂറോളം സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സമുണ്ടായി. പോലീസും രാഷ്ട്രീയ നേതാക്കളും ഇടപെട്ട് മൃതദേഹം സ്റ്റേഷന് മുന്നിലേക്കും ആംബുലൻസ് റോഡിൽ നിന്നും മാറ്റി. സത്യത്തിൽ വളരെ വൈകാരികമായ ഒരു കാഴ്ച എന്നതിനപ്പുറം മരണപ്പെട്ട ദമ്പതികളുടെ ബന്ധുക്കളുടെ ആവശ്യം ന്യായം തന്നെയാണെന്നത് ഈ സംഭവം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങൾ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. കാരണം ജനുവരി 4 നടന്ന ഈ അപകടത്തിൽ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. പ്രതികളെ യഥാർത്ഥത്തിൽ എവിടെയെന്ന് പോലും ഇപ്പോഴും കണ്ടെത്താൻ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. അപകടത്തിനു ശേഷം നിർത്താതെ പോയ ജീപ്പ് ഇരട്ടക്കുളത്ത് വെച്ച് കേടായിരുന്നു. വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വള്ളക്കടവ് സ്വദേശി വിഷ്ണുവിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയിരുന്നു. അതേ വള്ളക്കടവ് വിഷ്ണുവിനെ തന്നെയാണ് ഈ വീഡിയോയുടെ ആദ്യം നമ്മൾ കാണിച്ചതും അയാളുടെ വാക്കുകളാണ് കേട്ടതും. ഇയാളുടെ കൂടെ 2 പേർ കൂടി ഉണ്ടായിരുന്നുവെന്നും ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ മുൻകൈയെടുത്ത നാട്ടുകാരടക്കം പറയുന്നുണ്ട്. എന്നാൽ താൻ മദ്യപിച്ച് വാഹനത്തിന്റെ പിറകിലെ സീറ്റിൽ കിടക്കുകയായിരുന്നുവെന്നും വാഹനം ഓടിച്ചയാളെ അറിയില്ല എന്നുമാണ് ഇയാൾ പറഞ്ഞതെന്നും പോലീസ് പറയുന്നു. ഇടിച്ച വാഹനത്തിന്റെ ഉടമയായ അയാളെ അന്ന് രാത്രി തന്നെ പോലീസ് വിട്ടയച്ചിരുന്നു. പിന്നീട് ഇയാൾ മൊബൈൽ ഓഫാക്കി മുങ്ങുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ വാദം. അപകടമുണ്ടാക്കിയ ഥാർ വാഹനം അന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ ഥാർ ജീപ്പിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും അതുപോലെ തന്നെ മറ്റൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെയും ID കാർഡുകളാണ് പോലീസിന് ലഭിച്ചത്. ഈ ഉദ്യോഗസ്ഥരാകാം വാഹനത്തിലുണ്ടായിരുന്നതെന്നും അതുകൊണ്ടാണ് പോലീസ് ഇവരെ സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യവുമാണ് ബന്ധുക്കളുടെ ആരോപണം. എന്നാൽ ID കാർഡിന്റെ ഉടമസ്ഥർ സംഭവ ദിവസം അപകടം നടന്ന ടവർ ലൊക്കേഷനിൽ ഇല്ലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഇത്തരത്തിൽ തികച്ചും വ്യത്യസ്തമായ തികച്ചും നാടകീയമായ പല നീക്കങ്ങളും ഈ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് പകൽ പോലെ വ്യക്തവുമാണ്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് തെളിവ് നശിപ്പിക്കുന്നു എന്ന് പോലുമുള്ള വളരെ ഗുരുതരമായ വാദങ്ങൾ പോലും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിനെ സ്വാധീകരിക്കുന്ന പല തെളിവുകളും ഈ ദിവസങ്ങളിൽ പുറത്തു വരികയുമാണ്. എന്നാൽ അപകടത്തിൽ മരിച്ച അംബികയുടെയും ഭർത്താവ് രജിത്തിന്റെയും ബന്ധുക്കളും ജനപ്രതിനിധികളും കൂടുതൽ തെളിവുകൾ ഇക്കാര്യത്തിൽ നിരത്തുമ്പോഴും ഞങ്ങളെ ആരും പഠിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു പോലീസ് എന്നാണ് പൊതുവെയുള്ള ആക്ഷേപം. മദ്യപിച്ച് അപകടമുണ്ടാക്കിയവരിൽ ഒരാൾ പോലീസുകാരനും മറ്റൊരാൾ അഗ്നിശമന സേന ഉദ്യോഗസ്ഥനുമെന്നാണ് ആക്ഷേപം. എന്നാൽ ഇവരെ സംരക്ഷിക്കാൻ ബോധപൂർവം കിളിമാനൂർ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നുവെന്നാണ് പോലീസിന്റെ നേരെയുള്ള ബന്ധുമിത്രാർത്ഥികളുടെ പരാതി. പോലീസ് തെളിവുകൾ നശിപ്പിക്കുന്നതായും ഇവർ ആരോപിക്കുന്നുണ്ട്. ആയതിനാൽ കിളിമാനൂർ ഇൻസ്പെക്ടറെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കളുടെ പ്രധാന ആവശ്യം. കിളിമാനൂർ ഇൻസ്പെക്ടറെ മാറ്റി നിർത്തി പ്രത്യേക സംഘം ഈ കേസ് അന്വേഷിക്കണമെന്നാണ് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലുമുള്ളത്. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായുമാണ് നാട്ടുകാരും പറയുന്നത്. അപകട സമയത്ത് ജീപ്പിനുള്ളിൽ ഡ്രൈവർക്കൊപ്പം 2 യാത്രികർ കൂടി ഉണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാരുടെയും അതുപോലെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ മറ്റുള്ള ആൾക്കാരുടെയും മൊഴി.
എന്നാൽ പോലീസ് റിപ്പോർട്ടിൽ ഇവരെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല. അപകടമുണ്ടാക്കിയ പ്രതികളെ ഇതുവരെയും പിടികൂടാൻ പോലീസ് ഏമാന്മാർക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ദമ്പതികളുടെ അപകട മരണത്തിൽ പ്രതികളായവരെ പോലീസ് സംരക്ഷിക്കുന്നു. ആ നടപടിയിൽ അതിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എന്തായാലും കൃത്യമായി തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 58 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ദമ്പതികളുടെ ബന്ധുക്കളടക്കമുള്ളവരുടെ പേരിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനാണ് പോലീസ് കേസ്. നിയമ സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട ബന്ധുക്കൾ അതിവൈകാരികമായാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എൻ്റെ അനുജത്തിയുടെ ദേഹത്തിലൂടെ വാഹനം കയറിയിറങ്ങിയിട്ടുണ്ടെന്നും അതുകൊണ്ട് രക്ഷപ്പെടുത്തിയെടുക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണെന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. അനുജത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. അപകടം നടന്ന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം പരാതി കൊടുത്തതിന് ശേഷമാണ് മൊഴിയെടുക്കാനായി സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരാളെ വിളിച്ചത്. അയാൾ നൽകിയ മൊഴിയല്ല പോലീസ് രേഖപ്പെടുത്തിയതും. വാഹനം ദേഹത്തിലൂടെ കയറിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. കാരേറ്റ് വരെ വാഹനത്തിന് അമിത വേഗതയുണ്ടായിരുന്നുവെങ്കിലും കിളിമാനൂർ എത്തിയപ്പോൾ വേഗത കുറച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു. മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ മൊഴിയിൽ വാഹനം കയറിയതായി പറയുന്നില്ലെന്നാണ് പോലീസിന്റെ വാദം. അങ്ങനെയെങ്കിൽ അപകടത്തിന്റെ വീഡിയോകളിൽ കാണുന്നത് കള്ളമാണോ? അംബികയുടെ സഹോദരൻ പറയുന്നതിൽ സത്യമുണ്ടെന്ന് ആ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്നതേയുള്ളൂ. എന്നാൽ പോലീസിന് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും മനസ്സിലായ ഭാവം പോലീസ് കാട്ടുന്നില്ല. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന അപകടമുണ്ടാക്കിയ താർ വാഹനം കഴിഞ്ഞ ദിവസം ആരോ കത്തിക്കുകയും ചെയ്തു. അത്തരത്തിൽ നാൾക്ക് നാൾ ജനരോഷം വിരമ്പുമ്പോഴും അപകടം നടന്ന 19ാം ദിവസവും പ്രതികൾ കാണാമറയത്ത് തന്നെയാണ്. ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടവർ കൊടിയ അനീതി നേരിടുന്ന കേസുകളിൽ പോലീസ് കാണിക്കുന്ന ഈ നെറികേടാണ് നാട്ടിലെ സാധാരണക്കാർക്ക് നിയമ സംവിധാനങ്ങളോടുള്ള വിശ്വാസ്യത തകർക്കുന്നതും. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.